കൂടെ കാണും. അപ്പോൾ ബ്രോയുടെ ഫാദറിന് ഫസ്റ്റ് മൂവിയിൽ ഒരു റോൾ കൊടുത്തു, സെക്കൻഡ് മൂവിയിൽ ഒരു റോൾ കൊടുത്തു, തേർഡ് മൂവിയിൽ വന്നപ്പോൾ ലാലേട്ടന്റെ പേരായിട്ടൊരു റോൾ കൊടുത്തു. ഐ മീൻ ഒരു സീൻ 2-3 സീൻ ഉണ്ടെന്ന് തോന്നല്ലേ? പിന്നെ ലാലേട്ടനോട് കുറച്ച് സീനുണ്ട് സിനിമയിലുണ്ട്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുധീഷിന്റെ അച്ഛൻ എന്ന് പറയാവുന്ന ഒരു ക്യാരക്ടർ റോൾ ഉണ്ടല്ലോ. അതെ അതെ. അപ്പോൾ അത് ശരിക്കും ഒരു പ്രൗഡ് മൊമെന്റ് തന്നെ കാണുമല്ലോ ബ്രോയ്ക്ക്? എനിക്കത് ഓർമ്മയാണ്. ഞാൻ ഇതിന്റെ കാസ്റ്റിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഈ ബ്രോ പറഞ്ഞ നമ്മളെ കൊണ്ടുതന്നെയുള്ള ഫ്ലാറ്റിലുണ്ടല്ലോ, ലാലേട്ടൻ്റെ ഫ്ലാറ്റിൽ പോയി ഞാനിങ്ങനെ കാസ്റ്റിംഗ് ഒക്കെ അവിടെ അപ്പൊ ലാലേട്ടൻ വരാറുണ്ട്. ഓ എന്റെ ടാറ്റ വെറുതെ അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ലാലേട്ടൻ ഇങ്ങനെ PPT ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹമായിരിക്കും നമ്മളെ മറ്റേ റോൾ ചെയ്യുന്നത്, ബിനു ആയിരിക്കും. ഇതാണ് സുധീഷിന്റെ അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ നിന്റെ അച്ഛനാണ്. ഭയങ്കര ഭാഗ്യല്ലേ അച്ഛനെ നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ പറ്റാന്നുള്ളതാണ്. ഇതെന്റെ അച്ഛനാണ്. അപ്പം ലാലേട്ടൻ അതിന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം കുറച്ച് കൗതുകം കൂടുതലായിരുന്നു തരുണിന്റെ അച്ഛൻ അഭിനയിക്കുന്നത്. തരുണിന്റെ അച്ഛൻ എവിടെ എന്ന് പറയുന്ന ഒരു ഇനി അതിനേക്കാൾ ഭയങ്കര സന്തോഷം തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീക്വൻസ് പോലീസ് സ്റ്റേഷനിൽ സീക്വൻസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ബിനു ഉണ്ട്, ഈ മണിയൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച റാണി ചേച്ചിയുണ്ട്, ശോഭി തിലകനുണ്ട്, ശോഭിച്ചേട്ടനുണ്ട്. എല്ലാവരും നിന്നോ ലാലേട്ടൻ പറഞ്ഞു നമുക്കെല്ലാവരും കൂടി ചേർന്നൊരു ഫോട്ടോ എടുക്കാം. അപ്പം റാണി ചേച്ചിയും ശോഭിച്ചേട്ടനും ബിനു ചേട്ടനും ഒക്കെ കൂടി നിന്നുകൊണ്ടൊരു ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തിട്ട് ലാലേട്ടൻ പറഞ്ഞു ഇവരുടെയൊക്കെ അച്ഛൻ്റെ ഒപ്പവും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, മക്കൾക്കൊപ്പവും ഞാൻ അഭിനയിച്ചു. അപ്പം ഞാൻ ഭയങ്കര കൗതുകത്തോടെ രഞ്ജിത്തേൻ്റെ ബാഗിൽ നിന്നിട്ട് ശരി എടുക്കെടുക്ക് അമലെ ഫോട്ടോ എടുക്ക്. ഫോട്ടോ എടുത്തു. തരുൺ ഇങ്ങോട്ട് വരൂ. തരുണിന്റെ അച്ഛൻ്റെ ഒപ്പവും ഞാൻ അഭിനയിക്കുന്നുണ്ട്, അപ്പം തരുണും ഇതിൻ്റെ അടുത്ത് നിൽക്കണം. അതെനിക്ക് ഭയങ്കര മെമ്മറബിൾ റൊമാൻറ്റിഫിക്കേഷൻ മൂവ്മെന്റ് ഓഫ് ദ ബ്ലസ്ഡ് മൂവ്മെന്റ് ആണ്. ഞാനത് ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്.